നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ് പ്രത്യാശയുടെ സന്ദേശവുമായി ഈസ്റ്റർ സമാഗതമായിരിക്കുന്നു. ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. പക്ഷേ നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷം ഗൾഫ് മേഖലയിലുടനീളം നമുക്കറിയാം. നമ്മുടെ ഒരുപാട് പ്രവാസികൾ, നമ്മുടെ ഒരുപാട് നാട്ടുകാർ ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് വലിയ പ്രയാസത്തിലാണ്. ദുബായിലൊക്കെ വലിയ പ്രതിസന്ധികൾ അവിടുത്തെ മലയാളികളടക്കം അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. സാധനങ്ങൾക്ക് വല്ലാതെ വില കൂടിയിരിക്കുന്നു. എപ്പോൾ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാമെന്നുള്ള ഭീതിയുണ്ട്. ജീവിതം സ്തംഭിച്ച അവസ്ഥയുണ്ട്. അവർക്ക് കൂടി ഈ ഈസ്റ്റർ പുതിയ കരുത്തും പ്രതീക്ഷയും നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തലക്കെട്ടുകൾ. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ഈസ്റ്റർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. ഐക്യം വളർത്താൻ ആഹ്വാനവുമായി സഭാ അധ്യക്ഷന്മാർ. ഒരു വോട്ടും പാഴാക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് മാർ ക്ലെമിസ്. ാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തലിനുള്ള ട്രംപിന്റെ ഉപാധികൾ തള്ളി ഇറാൻ. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാന്റെ വെടിവെപ്പ്. ടെഹ്റാനിലെ ആശുപത്രിയും യൂണിവേഴ്സിറ്റിയും ലക്ഷ്യമിട്ട് US ഇസ്രയേൽ വ്യോമാക്രമണം. യുദ്ധത്തിന് മുന്നിൽ തളരരുതെന്ന് മാർപ്പാപ്പ. വോട്ടെടുപ്പിന് ഇനി 4 നാൾ. അവസാന ലാപ്പിൽ ആവേശം പകർന്ന ദേശീയ നേതാക്കൾ. മല്ലികാർജുൻ ഖാർഗെ ഇന്നു കേരളത്തിൽ. ബേപ്പൂരിൽ അമിത്ഷായുടെ റോഡ് ഷോ. കണ്ണൂർ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരാശങ്കയുമില്ലെന്നും മുഖ്യമന്ത്രി. കുന്ദമംഗലം കുരുക്കത്തൂരിൽ വീടിനുള്ളിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 മരണം. പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘമെത്തി. സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ. ട്രക്കിങ്ങിനിടെ കുടകിൽ കാണാതായ മലയാളി യുവതിക്കായി തെരച്ചിൽ തുടരുന്നു. നാദാപുരം സ്വദേശിനി ശരണ്യയെ കാണാതായത് 2 ദിവസം മുമ്പ്. IPL-ൽ ഗുജറാത്തിന് വീണ്ടും തോൽവി. രാജസ്ഥാന്റെ ജയം 6 റൺസിന്. ഇന്ന് ഹൈദരാബാദ് ലക്നൌവിനെയും ബാംഗ്ലൂർ ചെന്നൈയും നേരിടും. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പകരുന്ന ദിനം കൂടിയാണ് ഈസ്റ്റർ. നമുക്കറിയാം, പീഡാനുഭവത്തിന്റെ അതിജീവനവും ഉയർപ്പുമായി യേശുദേവൻ പ്രതീക്ഷയാവുകയാണ് വിശ്വാസികളുടെ മനസ്സിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന പ്രാർത്ഥനകളും പ്രത്യേക കുർബാനകളും നടക്കുകയാണ്. തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, വിശ്വാസികൾ പ്രാർത്ഥനയുടെ നിറവിലാണ്, പ്രതീക്ഷാ നിർഭരമാണ്, ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ള വിശ്വാസത്തിലാണ്. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും ഇന്നത്തെ ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാളയം മെട്രോപൊളിറ്റൻ സെന്റ് പള്ളിയിലാണുള്ളത്. ഇന്നലെ രാത്രി അടക്കം ഇവിടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. ഇന്ന് ഇപ്പോഴും ഇവിടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുന്ന സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള അതിനിടയിൽ വന്ന ഈസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, നമുക്കറിയാം, ഈസ്റ്റർ ദിനങ്ങളിൽ ശുശ്രൂഷയും ഒപ്പം പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ഈ ഒരു സാമൂഹികമായി ഒത്തുകൂടലും കൂടിയാണ് ഇത്. അതായത് ഈ ഒരു വിശ്വാസി സമൂഹം പള്ളികളിലും മറ്റും കൃത്യമായി വന്ന് ഒത്തുചേരുകയും അത്തരത്തിലുള്ള ചടങ്ങുകൾ വളരെ കൂടുതലായി നടക്കുന്ന സമയമാണ് ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളടക്കം പള്ളികളിലേക്ക് ഇന്നെത്തും. മാത്രമല്ല, അവസാന ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുള്ള, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള ഒരു പശ്ചാത്തലം കൂടിയുള്ള ഒരു ഈസ്റ്ററാണ് ഇത്തവണ. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഈസ്റ്റർ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പല സെന്റ് ജോസഫ് കത്തീഡ്രലിലെ അടക്കമുള്ള പ്രസംഗത്തിലടക്കം പ്രത്യേകമായി സൂചിപ്പിച്ചിരുന്നു. അതായത് അവനവന്റെ
മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ വോട്ട് നൽകണമെന്നടക്കമുള്ള, അതായത് ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഈ ഒരു തങ്ങളുടെ കടമയടക്കം കൃത്യമായി വിനിയോഗിക്കണമെന്നൊരു സന്ദേശം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം പള്ളികളിൽ നടന്ന ശുശ്രൂഷയും പ്രാർത്ഥനയ്ക്കിടയിലും പള്ളികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അവരുടെ അറിയിപ്പടക്കം. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്നത് പാളയം പള്ളിയിലെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രാർത്ഥനകളും കുർബാനയും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 50 ദിവസത്തെ നോമ്പ് അവസാനിച്ച് വീണ്ടും ഒരു പ്രത്യാശയുടെ തുടക്കം വിശ്വാസി സമൂഹത്തിലേക്ക് ആരംഭിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയും പെസഹ വ്യാഴം അടക്കം വലിയ രീതിയിൽ ആഘോഷമാക്കുകയായിരുന്നു. അന്നും ഈ ഒരു ഒത്തുകൂടലിന്റെയും മറ്റും ദിവസങ്ങളായിരുന്നു. ഇന്ന് ഒരു നോമ്പിന്റെയും ഒപ്പം തന്നെ ഇത്രയും ദിവസത്തെ പല ത്യാഗസ്മരണകളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുകൂടലാണ് ഇപ്പോൾ പള്ളികളിലെല്ലാം. കേരളത്തിലെ എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള മറ്റ് LMS പള്ളികളിലടക്കമുള്ള പ്രമുഖ എല്ലാ പള്ളികളിലെയും പ്രാർത്ഥനകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ വിശ്വാസികൾ ഒത്തുകൂടുന്നു, പ്രത്യാശയുടെ സന്ദേശം പകരുന്നു, പ്രതീക്ഷാനിർഭരമായ ദിവസങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ, കുർബാനകൾ തുടരുകയാണ്. കുന്ദമംഗലം കുരുക്കത്തൂരിൽ വീടിനുള്ളിൽ സ്ഫോടനത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഫോറൻസിക് സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തും. തെരഞ്ഞെടുപ്പും വിഷുവും കണക്കിലെടുത്തായിരുന്നു പടക്ക നിർമ്മാണം. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകളുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? ദുരൂഹതയുള്ള ഒരു സംഭവം തന്നെയാണ്, സംശയമില്ല. എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇതൊരു പൂർണ്ണമായും അനധികൃതമായി പടക്കം ശേഖരണം നടത്തുകയും അല്ലെങ്കിൽ പടക്ക നിർമ്മാണം നടത്തുകയും അതിന് തീപിടിച്ചൊരു അപകടം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം. ബേബി എന്നയാളുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ പഴയ ഒരു തറവാട് രീതിയിലുള്ള ഈ വീട്. അവിടെ മുണ്ടിക്കത്താഴ് സ്വദേശിയായ വിഷ്ണു ആണ് വാടകയ്ക്കെടുത്തിരുന്നത്. അതിനുശേഷം ഇവിടെ പടക്ക നിർമ്മാണം നടത്തുകയായിരുന്നു. പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വിഷ്ണുവിന്റെ സഹോദരൻ കൂടിയായ രാഹുൽ, ഒപ്പം രാമനാട്ടുകര സ്വദേശിയായ മറ്റൊരു രാഹുൽ എന്നിവരാണ് മരിച്ചത്. 2 മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം പരിക്ക് പറ്റി ആശുപത്രിയിൽ 2 പേർ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യവുമുണ്ട്. പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓലയടക്കമുള്ള സാമഗ്രികൾ ഈ വീടിന് പുറത്ത് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാനും കഴിയും. നമുക്കൊപ്പം ഇപ്പോൾ അയൽവാസിയായ ഒരു ചേട്ടൻ തന്നെ ഉണ്ട്. ചേട്ടാ, എന്തൊക്കെയാണ്? രാത്രി 9:50 സ്ഫോടനം കേട്ടു. സ്ഫോടനം അതിഭീകരമായിട്ടുള്ള സ്ഫോടനം. ആദ്യം ഒന്ന് കേട്ട്, രണ്ടാമത്തെ അത്രല്ലേ, പിന്നെ രണ്ടാമത്തെ കേട്ടപ്പോൾ നമുക്ക് ആർക്കും മനസ്സിലായില്ല എവിടെ നിന്ന് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല. കാരണം നോർമൽ പടക്കത്തിൻ്റെ അല്ലെങ്കിലും ബാക്കിയുള്ള ഗുണ്ടിൻ്റെയൊക്കെ ശബ്ദത്തിൻ്റെ ഒക്കെ അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി ശബ്ദത്തിൽ വീട്ടിലെൻ്റെ മകളെ കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. 6 മാസമായ കുട്ടിയാണ്. നമ്മൾ ഞാൻ ഉറങ്ങൂല്ലല്ലോ കുട്ടികളെ, അവർക്ക് കഷ്ടപ്പെട്ട് ഉറക്കുമ്പോൾ പെട്ടെന്ന് വന്നു കിട്ടും. കുട്ടി ഒന്ന് ജനലിൻ്റെ ചില്ലൊക്കെ അങ്ങനെ കടകടകടാന്ന് പറഞ്ഞ് ധരിക്കുന്നൊരു ജർക്കിങ് കൊണ്ട് പിന്നെ ഇവിടെ ഒന്ന് നോക്കുന്നവർ ഇവിടെ ഈ പ്രദേശത്താണ് പോകയാണ്. കുറേ ആൾക്കാർക്ക് ഓടിയെത്തി. അപ്പോഴാണ് ഒരാൾ ഇവിടെ ഇങ്ങനെ അവിടെ കിടക്കുന്നു, ഒരാൾ അപ്പുറത്ത് തുടങ്ങി പുറത്ത് ചാടിപ്പോയി. മറ്റേയാളവൻ കാലും കയ്യൊക്കെ പോയി കഴിഞ്ഞു. അയാളാദ്യം തന്നെ ഇവിടെ ഉണ്ട്, ഇരിക്കത്തുണ്ട്. പിന്നെ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് പള്ളിക്കൂടത്തിലുള്ള രാഷ്ട്രീയക്കാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ കൂടിയെത്തി. അവരാണ് പിന്നെ ഇയാളെ പടക്ക നിർമ്മാണം നടക്കുന്നതായിട്ട് അടിമുട്ടി ദുരൂഹതയായി. ഇവിടെ വന്ന് ഞാൻ ഒരു ദിവസം ഇവിടെ നോക്കുക, ഈ പനവല ഇങ്ങനെ ഉണക്കാനിട്ടുണ്ട്, പച്ച പനവല. ഇതെന്താ എന്തിനാണെന്ന് വെച്ചാൽ പടക്കം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാക്കി ദൂര സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കും. പടക്കം ഉണ്ടാക്കുന്നതിൽ ഇത്രയും സാധനങ്ങൾ ഇവിടെ കാണുമല്ലോ. പടക്കം ഇവിടെ പിന്നെ സ്ഫോടനം നടക്കൂല, അതന്നെ ഇല്ല. പിന്നെ ആളുകൾ എന്ന് പറഞ്ഞാൽ കുറേ ചില ദിവസങ്ങളിൽ 7 കൂടുതൽ കൂലിക്കാരുണ്ട് ഡെയിലി വേജസിൽ. ഇവരാരും നമുക്ക് പരിചയമുള്ള ആളുകളൊന്നുമില്ല, എല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. അവിടെ നിന്നൊക്കെ ഉള്ളവർ മുടിയത്തായത്തുള്ളവർ ഓരോ കൂടിയാന്ന് തോന്നുന്നു ചെയ്യുന്ന മരിച്ച ഇയാളൊക്കെ കൂടെ
സാറിന് CWRന്റെ അടുത്ത വീട്. പക്ഷേ ഞാൻ ഇന്നലെ കാറിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് സൗണ്ട് കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഈ ചുറ്റുവട്ടത്തൊക്കെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. കൂടുതൽ നേരമില്ല, പെട്ടെന്നാണ്. പക്ഷേ സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു, നല്ല മിന്നലുണ്ട്, ഒരു മിന്നൽ മാതിരി. അപ്പോൾ ആരാണ് ഇത്രയും ഇതിൽ പൊട്ടിയ ഇഷ്യൂ അല്ലേ, അപ്പോൾ അത് കരുതിയതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്ന് പടർച്ചയാണ് പറയുന്നത്. നിങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവരാണോ? ഞാൻ പെരുങ്ങോട്ട. ചേട്ടാ, ഇതിപ്പം എത്ര പേരാണ് നമ്മുടെ ജോലി ചെയ്തിരുന്നത്? അറിയില്ല. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആളുകൾ വന്നു പോയി നിൽക്കുന്നുണ്ട്? അതും അറിയില്ല. നിങ്ങൾക്ക് അവിടെ താമസിക്കുന്നത്? ഞാൻ കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്നത്. എങ്ങനെയാണ് അവിടെ ശബ്ദം ഉണ്ടായിരുന്നു? നല്ല ശബ്ദ. നല്ല കാരണം ജനൽസിൽ മൊത്തം ഇതായിക്കുന്നു ഒക്കെ. മറ്റേ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നു, ഒരു കുലുക്കോ. ഞാൻ ചോറുന്ന നേരമാണുള്ളത് സംഭവം. ഇവിടെ ഇങ്ങനെ ഒരു പടക്കശാല ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അറിയില്ല. ആളുകൾക്ക് അറിയില്ല. ഇതൊരു പഴയ വീടാണല്ലോ അല്ലേ? പഴയ വീടാ. ഒരു 7 മാസമായിട്ടുള്ളൂ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്. ഈ വിഷ്ണു ഒക്കെ ആൾക്കാർ? വിഷ്ണു അവന്റെ ഭാര്യ. ഓല മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ, വേറെ ആരും കാണാറില്ല. ഈ പണിക്കാർ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നൊക്കെയാ പറയുന്നത്. അറിയില്ല. നിങ്ങൾക്ക് ഇവിടെ ഉള്ളവരാ? ഞാൻ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള സൗണ്ട് കേട്ടിട്ടുണ്ട്. രാത്രി 10:10 ഞാൻ മുറ്റത്തോട് നടക്കുമ്പോൾ വിഷുവിന് വടക്കം പൊടിച്ച് വിചാരിച്ചു. ശബ്ദം കേട്ടപ്പോ അങ്ങനെ ചിന്തിച്ചത്. കുട്ടികൾക്ക് പേടിയാവുന്ന രീതിയിൽ ഒരു ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പം ഞാൻ വീടിന് മുന്നിൽ കൂടി നടക്കുകയായിരുന്നു. ഞാൻ RCMന്റെ ആളാണ്. അപ്പം അതിന്റെ മീറ്റിംഗും കാര്യത്തിനൊക്കെ പോകുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു പടക്ക നിർമ്മാണ സ്ഥലം ഉണ്ടെന്ന് അറിയില്ല. ഇന്നലെ അത് സംഭവം അറിയുന്നത് യാതൊരു വിവരമില്ല ഇവിടെ. അതാണ് ഈ നാട്ടുകാരിൽ പലർക്കും പോലും ഇതൊരു പടക്ക നിർമ്മാണ ശാലയാണ് എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് കാണാം ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഓലകൾ, ഈ ഓലപ്പടക്കത്തിന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓലകൾ കൂട്ടി വലിയ തോതിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. വിഷു വരാൻ പോവുകയാണ്. കോഴിക്കോട് മേഖലയിലൊക്കെ വിഷുവിന് വലിയ തോതിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലമാണ്. സ്വീകരണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി വലിയ തോതിൽ പടക്കം വേണ്ടിവരും. അതും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതാണ് ഈ ഓലപ്പടക്കം. അതുകൊണ്ട് ആ ഓലപ്പടക്കത്തിന് വലിയ കച്ചവടം ഉണ്ടാവാറുമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ചെറിയ മരുന്ന് നിറച്ചുള്ള ഓലപ്പടക്കങ്ങൾ നിരോധിച്ചിരിക്കുന്ന ഒരു സാമഗ്രികൾ കൂടിയാണ്. പക്ഷേ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ ഓല മാത്രം കൊണ്ടുവരികയും ഇത് ഉണക്കിയെടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്താണ് ഈ പടക്കം ഉണ്ടാക്കുന്നതെന്നാണ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് നാട്ടുകാർ ഇക്കാര്യത്തിൽ അത്ര വലിയ ബോധവാന്മാർ ആയിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു ജനവാസ മേഖല തന്നെയാണ്. ചുറ്റുപാട് ഒരുപാട് വീടുകളുണ്ട്. ഈ വീട്ടുടമയുടെ തന്നെ ബന്ധുക്കളായ ആളുകൾ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുമുണ്ട്. വിഷ്ണു എന്നയാളാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. വിഷ്ണുവിന്റെ സഹോദരൻ രാഹുലും മറ്റൊരു രാമനാട്ടുകര സ്വദേശിയായ രാഹുലുമാണ് മരിച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ ഭാര്യ അടക്കമുള്ളവർ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുന്നമംഗലം പോലീസ് ഇന്നലെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ എത്തി ഇവിടെ ശേഖരിച്ചിരുന്ന പടക്കങ്ങൾ പൂർണ്ണമായും നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം പോലീസ് BNSലെ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക, നരഹത്യ തുടങ്ങിയ വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഫോറൻസിക് വിദഗ്ധരും ഒപ്പം ഫയർ ഓഫീസറും വന്ന് തെളിവെടുപ്പ് അല്ലെങ്കിൽ ഇവിടുന്നുള്ള സാമഗ്രികളുടെ മറ്റും പരിശോധന നടത്തും. എങ്ങനെ ഇത്രയധികം പടക്കം സംഭരിക്കാൻ ഈ വിഷ്ണുവിന് കഴിഞ്ഞു, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ വന്നത് എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. അതും ഒരു ജനവാസ മേഖലയിൽ എങ്ങനെ ഇത്തരം ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു, മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ ഇവിടെ നിന്നും മറ്റു എവിടേക്കെങ്കിലും മാറ്റിയിരുന്നതാണോ എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടക്കും. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ദുരൂഹമാണ് കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം അടക്കം അവിടെ എത്തി ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് യുദ്ധവാർത്തകളിലേക്കൊന്ന് പോകണം. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനത്തിന്റെ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിലപാട് വ്യക്തമാക്കാതെ ഇറാൻ. അമേരിക്ക കടുത്ത നടപടിയെ കടന്നാൽ നരകം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. യുദ്ധം അവസാനിക്കുന്നത് ഇറാൻ അനുകൂലിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതിനിടെ ഇറാൻ തകർത്ത US യുദ്ധവിമാനത്തിലെ പൈലറ്റിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഇറാനിൽ സർവകലാശാലയ്ക്കും പ്ലാന്റുകൾക്കും നേരെ സംയുക്ത സേനയുടെ ആക്രമണമുണ്ടായി. ഇറാൻ കുവൈറ്റിലേക്ക് തിരിച്ചടിക്കുകയും ചെയ്തു. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ
സമാധാനം വേണമെന്ന ആവശ്യം പ്രധാനമായും മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പാകിസ്ഥാനാണ്. ആ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനൊപ്പമാണ് ഈ ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഹോർമുസുമായി ബന്ധപ്പെട്ട്. നാളെ ആ സമയം അവസാനിക്കുകയാണ്. നേരത്തെയും ഇത്തരം മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നമുക്കറിയാം ഹോർമുസ് അതീവ ദുർഘടമാണ്. അവിടെ എങ്ങനെ ഇടപെടുക എന്നുള്ളത് അമേരിക്കയ്ക്ക് എളുപ്പമല്ല. ഇപ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം അനുസരിച്ച് സമാധാനത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. രഞ്ജിത്ത്, ട്രംപിൻ്റെ അന്ത്യശാസനം 48 മണിക്കൂറാണ്. ആ സമയം കഴിയാൻ മണിക്കൂറുകളാണ് അവശേഷിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഉപാധികൾ അംഗീകരിക്കണമെന്ന കാര്യമാണ് ഈ മധ്യസ്ഥ ചർച്ചയിൽ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അമേരിക്കയുടെ തിട്ടൂരം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഇറാൻ ഉള്ളത്. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ഇറാന് യോജിപ്പുണ്ട്. വെടിനിർത്തൽ എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. മധ്യസ്ഥ ചർച്ച പാകിസ്ഥാനുമായാണെങ്കിലും ഇപ്പോൾ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ചർച്ചകൾ എങ്ങും എത്താതെ പോകുന്നു. ഇറാൻ പ്രധാനമായും പറയുന്നത് അമേരിക്കയുടെ താല്പര്യം, ട്രംപിൻ്റെ താല്പര്യം ഹോർമൂസിൽ അധികാരം സ്ഥാപിക്കുക എന്നതാണ്. അവിടെ ഒരു കച്ചവട കണ്ണാണ് അമേരിക്കയ്ക്കുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ യുദ്ധം അകാരണമായി തുടങ്ങിയത് അമേരിക്കയാണ്. അതുകൊണ്ട് അമേരിക്ക തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഇറാൻ കൈക്കൊണ്ടിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങളും വെല്ലുവിളി നടത്തുന്നുണ്ട്. നരകം സൃഷ്ടിക്കുമെന്ന് അമേരിക്കയും ഇറാനും പറയുന്നുണ്ട്. ഇറാനിലേക്ക് കടുത്ത ആക്രമണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിലേക്കും അതോടൊപ്പം തന്നെ അമേരിക്കയെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങളിലേക്കും അമേരിക്കയ്ക്ക് നിക്ഷേപമുള്ള കമ്പനികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ തന്നെ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങൾ അടക്കമുള്ളവയുണ്ട്. IT കമ്പനികളുണ്ട്. ഇതിലേക്കെല്ലാം തന്നെ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകും. തങ്ങളും നരകം സൃഷ്ടിക്കുമെന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് F-15 2 വിമാനങ്ങൾ, US-ൻ്റെ വിമാനങ്ങൾ തകർന്നു വീണത്. ആ വിമാനത്തിലെ ഒരു പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. കുവൈറ്റ് മേഖലയിൽ ഈ പൈലറ്റ് പറന്നിറങ്ങി എന്നൊരു കണക്ക് കൂട്ടലാണുള്ളത്. പക്ഷേ അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. കുവൈറ്റിലും മറ്റ് ഭാഗങ്ങളിലുമൊക്കെ തന്നെ പരിശോധന നടത്താം. എന്നാൽ ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ദുഷ്കരമാണ്. കാരണം അവിടേക്ക് പോയ US-ൻ്റെ 2 ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്തു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തിരച്ചിൽ ദുഷ്കരമാണ്. ഈ പൈലറ്റിനെ കണ്ടെത്തുന്നവർക്ക് 68 ലക്ഷം രൂപ പാരിതോഷികം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജീവനോടെ പിടിക്കപ്പെട്ടാൽ ആ പൈലറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ IRGC ഉൾപ്പെടെ ഇറാൻ്റെ സേനാ വിഭാഗങ്ങൾക്ക് ചോർത്തിയെടുക്കാൻ കഴിയും. അവിടെയും അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. പൈലറ്റിനെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തുകയോ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാനുള്ള ശ്രമമോ ഉണ്ടായാൽ ഇറാനെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ ഈ പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ദുഷ്കരമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില മാറ്റങ്ങൾ കൂടി നമുക്ക് ഇതോടൊപ്പം എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ ആർമി മേധാവി, ആർമി ജനറൽ റാൻഡി ജോർജിനെ ട്രംപ് മാറ്റിയിരിക്കുന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ അങ്ങനെ സേനാ തലവനെ മാറ്റുന്ന ചരിത്രം അമേരിക്കയുടെ ചരിത്രത്തിലില്ല. അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, ഏതാണ്ട് അമേരിക്കയുടെ ഉന്നത ശ്രേണിയിലുള്ള സൈന്യവുമായി ബന്ധപ്പെട്ടും മറ്റ് ഭരണതലത്തിലും ഉൾപ്പെട്ട ഏതാണ്ട് 9ഓളം പ്രമുഖരെയാണ്, പ്രധാനപ്പെട്ട ആളുകളെയാണ് ഇത്തരത്തിൽ ട്രംപ് മാറ്റിയത്. അമേരിക്കയിലും വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവിടെ ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം നേരിടേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത ഹിതപരിശോധന വരുമ്പോൾ ആ തരത്തിൽ വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കാത്ത സാഹചര്യമോ ഉണ്ടാകുമോ എന്ന ആശങ്ക റിപ്പബ്ലിക്കൻസിനുണ്ട്. അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ട്രംപിന് എതിരെയുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സെനറ്റിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ട്രംപിനെതിരെയുള്ള പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നത് വളരെ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇന്ത്യയിലേക്ക് വന്ന ഇന്ധനവുമായി വന്ന കപ്പൽ ചൈനയിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇത് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അവശ്യ സാഹചര്യങ്ങളിൽ ഇങ്ങനെ കപ്പലുകൾ വഴിമാറാറുണ്ട് എന്ന ഒരു ഔദ്യോഗിക വിശദീകരണം വരുന്നുണ്ട്. മറ്റൊന്ന്, ഹോർമൂസ് കടന്ന് 2 കപ്പലുകൾ കൂടി, കൂടുതൽ കപ്പലുകൾ കഴിഞ്ഞ ദിവസം പുറപ്പെട്ടിരുന്നു. ഇന്ത്യയിലേക്ക് ഏതാണ്ട് 15-ലധികം കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടന്ന കപ്പലുകളാണ്. ആ കപ്പലുകളെല്ലാം തന്നെ തീരത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. മംഗലൂരുവിലേക്ക് 44,000 ടൺ
LPGയുമായി ഒരു കപ്പൽ കൂടി ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ തീരത്ത് എത്തി എന്ന ശുഭകരമായ വാർത്ത കൂടിയുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് ഏറ്റവും പുതിയ സാഹചര്യം. ഏതായാലും നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിലേക്ക് കടന്ന് 8 ഇന്ത്യൻ കപ്പലുകൾ ഇതിനകം എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ പാതയിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കടത്തിവിടാൻ കഴിഞ്ഞ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയ പശ്ചാത്തലം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഈ നേട്ടം. ഗ്രീൻ സാൻവിയാണ് ഹോർമുസിലൂടെ ഇന്ത്യയിലേക്ക് വന്ന 8ാമത്തെ കപ്പൽ. 2 കപ്പലുകൾ കൂടി LPGയുമായി ഉടൻ ഹോർമുസ് കടക്കും. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നിവയാണ് ഈ കപ്പലുകൾ. ശിവാലിക്, നന്ദാദേവി, ജഗ് ലാഡ്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടൈർ, BW എൽം എന്നിവയാണ് ഹോർമുസ് കടന്ന് ഇന്ത്യയിലേക്ക് എണ്ണയും LPGയുമായി വന്ന മറ്റ് കപ്പലുകൾ. ഏതാണ്ട് 485 ജീവനക്കാരുമായി 15-ലധികം ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മൾ. മലയാളി യുവതിയെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായി. നാദാപുരം സ്വദേശിനിയായ ശരണ്യയാണ് കാണാതായത്. IT ജീവനക്കാരിയാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും 2 ദിവസമായി തെരച്ചിൽ തുടരുകയാണ്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്താണ് സംഭവിച്ചത്? ഇവർക്കൊപ്പമുള്ള ആളുകൾ എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്? തെരച്ചിൽ രാത്രിയും ഒക്കെ തുടർന്നോ? എന്താണ് ഒരവസ്ഥ? രഞ്ജിത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊച്ചിയിൽ നിന്നുള്ള IT പ്രൊഫഷണലായ നാദാപുരം സ്വദേശിനിയായ ശരണ്യ GS ട്രക്കിങ്ങിനിടെ കുടകിൽ നിന്നും കാണാതായത്. കുടകിലെ ഏറ്റവും ഉയർന്ന കുടിമുടിയായ തടിയൻമോൾ ഭാഗത്ത് കയറാനായി ട്രക്കിംഗ് നടത്താനായി എത്തിയതായിരുന്നു. ഇവർ ഒറ്റയ്ക്കാണ് കൊച്ചിയിൽ നിന്നും കുടകിൽ എത്തിയത്. യാവനപ്പാടി ഗ്രാമത്തിലെ ഒരു ഹോം സ്റ്റേയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇതിനുശേഷം 2-ാം തീയതി ഏപ്രിൽ 2-ന് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടി വനംവകുപ്പിന്റെ അനുമതിയോടെ ട്രക്കിംഗ് ആരംഭിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ മേഖലയിൽ കാട്ടാനശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സംഘത്തോടൊപ്പം മാത്രമേ പോകാൻ കഴിയൂ എന്ന നിർദ്ദേശം വനംവകുപ്പ് നൽകി. ഇതേ തുടർന്ന് 10-അംഗ സംഘത്തോടൊപ്പമാണ് ശരണ്യ ഈ ട്രക്കിങ്ങിന് പോവുകയും ചെയ്തത്. എന്നാൽ വൈകുന്നേരം 4 മണിയോടുകൂടി ട്രക്കിങ്ങിന് പോയ മറ്റ് ആളുകൾ, ഈ സംഘത്തിലെ മറ്റ് ആളുകൾ തിരിച്ചെത്തിയെങ്കിലും ശരണ്യ ഒപ്പം ഉണ്ടായിരുന്നില്ല. പിന്നീട് തനിക്ക് വഴിതെറ്റിയതായി ഹോം സ്റ്റേയിലെ ഫോണിലേക്ക് ശരണ്യ വിളിച്ച് അറിയിച്ചിരുന്നു. ആ ഫോൺ പക്ഷേ കുറച്ചുനേരം കഴിഞ്ഞ് ബന്ധപ്പെട്ടപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. ഫോണിന്റെ സിഗ്നൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഫോണിന്റെ ചാർജ് തീരുകയുള്ള ഒരു സാധ്യതയാണ് ഹോം സ്റ്റേയുടെ ആളുകൾ മുന്നിൽ കണ്ടത്. ഇതിനുശേഷം ഈ ഹോം സ്റ്റേയുടെ ജീവനക്കാരും നാട്ടുകാരായ ഏതാനും പേർ ചേർന്ന്
ആദ്യഘട്ടത്തിൽ ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ ശരണ്യെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തെരച്ചിൽ നടത്തുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ പോലീസിലെയും വനംവകുപ്പിലെയും നാട്ടുകാരും ഒക്കെ അടക്കം ഏതാണ്ട് 60ഓളം പേർ ചേർന്നാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകി കുറെ നേരം വരെയൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുലർച്ചെ വീണ്ടും തെരച്ചിൽ സംഘം പല സംഘങ്ങളായി തിരിഞ്ഞ് ഏതാണ്ട് 5 പേരടങ്ങുന്ന ഓരോ സംഘങ്ങളായാണ് ഈ 60 പേർ തിരിഞ്ഞിരിക്കുന്നത്. അവർ പലയിടങ്ങളിലായി തെരച്ചിൽ നടത്തുന്നു. വനംവകുപ്പും പോലീസും ഡ്രോണിന്റെ സഹായമൊക്കെ തേടുന്നുണ്ട്. ഒപ്പം ഈ സിം ട്രാക്കർ അല്ലെങ്കിൽ ഈ ഫോണിന്റെ IMEI നമ്പറൊക്കെ വെച്ച് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അത്തരം ചില സാങ്കേതികമായ പരിശോധനകളും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കൃത്യമായ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആനക്കാടാണ്, ഒരുപാട് ആനത്താരകളുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും അത്തരം ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന തുടരുകയാണ്. നാദാപുരം സ്വദേശിയാണ് ഈ ശരണ്യ. അവിടെ നിന്നുള്ള ബന്ധുക്കളൊക്കെ ഇതിനകം കുടകിലെത്തിയിട്ടുണ്ട്. അവരും ഈ തെരച്ചിലിന് സംഘത്തോടൊപ്പമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ തനിച്ചും കൂട്ടമായും ഒക്കെ ഈ സാഹസിക യാത്രകൾക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പലപ്പോഴും ഇത്തരം സാഹസികത നിറഞ്ഞ ട്രെക്കിങ്ങിനൊക്കെ പങ്കെടുത്തിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. വൈകാതെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കുമൊക്കെ ഉള്ളത്. രഞ്ജിത്ത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്ത, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് കാണാനുള്ള അവസരം മുഖ്യമന്ത്രി നിഷേധിച്ചുവെന്ന് നടൻ പ്രേംകുമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാൻ സമയമില്ലെന്ന മറുപടിയാണ് കിട്ടിയത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് പുറത്തു പോകേണ്ടി വന്നത്. സഹപ്രവർത്തകരോട് യാത്ര പറയാനുള്ള അവസരം പോലും തന്നില്ല. കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്നതോടെയാണ് അനുനയത്തിനായി പാർട്ടി വന്നത്. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇപ്പോഴെന്നും പ്രേംകുമാർ ന്യൂസ് 18 അഭിമുഖത്തിൽ പറഞ്ഞു. അപ്പോഴും താങ്കളെ മാറ്റും എന്നുള്ള വാർത്തകൾ അല്ല, ഇത് അപ്പോഴില്ല എന്ന് പറയല്ലേ, ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറയുന്നു. വാർത്തകൾ വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുമ്പോഴും ഒന്നുമല്ല. അപ്പോൾ ഇവർ ഈ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, മന്ത്രി നേരിട്ട് സജി ചെറിയാൻ നേരിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ മിനിസ്റ്ററുടെ ഓഫീസിൽ സംസാരിച്ചു, മിനിസ്റ്ററോട് കാണുമ്പോഴും അത് ഒന്നും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഇത് പറയുന്നില്ല. അല്ല, മന്ത്രി നേരിട്ട് താങ്കളോട് സംസാരിച്ചപ്പോൾ ഇല്ല, അങ്ങനെ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ താങ്കളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഒരു കൃത്യമായി അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വീണ്ടും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ നമ്മുടെ പിന്നെ ആ ഒരു സ്ഥാനത്ത് അവർ പിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ വീണ്ടും വാർത്തകൾ വരുമ്പോൾ ഇത് വീണ്ടും വ്യക്തത വരാത്തൊരവസ്ഥയിൽ ഇതെനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. കാര്യം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാർത്തകൾ. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടും ചില ശ്രമങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയോട് ഇതിനൊരു കാര്യം എനിക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് എനിക്ക് ഇത് കിട്ടുന്നില്ല. മാറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അത് പറയുന്നുണ്ടെങ്കിലും വാർത്തകൾ വരുന്നു. അപ്പോൾ വാർത്തകൾ വരുന്ന ആൾക്കാരോട് ഞാൻ ചില ആൾക്കാർ എനിക്ക് സൗഹൃദമുള്ളവരോട് ചോദിക്കുമ്പോൾ അല്ലാതെ അങ്ങനെ കൃത്യമായിട്ടുള്ള വാർത്തയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്കതൊരു ആകെ കൺഫ്യൂഷനായി. ഞാൻ CM-ന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ നോക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമം നടത്തി. 1-2 പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചിട്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. കാണാനുള്ള ഒരു ഇത് പല കാരണങ്ങളാൽ എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിൽ ഇരിക്കുന്നയാളാണ്. സ്ഥിരം നിയമനം അല്ലെങ്കിൽ കൂടി താങ്കളാണ് അതിന്റെ ചുമതലയിലാണല്ലോ, 1 വർഷമായിട്ട് ഉണ്ടായിരുന്നയാളാണ്. അങ്ങനെ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവിടെ എന്തോ എനിക്കത് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്ന വാക്ക് തന്നെ ഞാനോട് ഉപയോഗിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ PS ആയിട്ടുള്ള നമ്മുടെ മുൻ MLA കൂടിയായിരുന്ന പ്രദീപ് കുമാർ, അദ്ദേഹം എൻ്റെ നല്ലൊരു സൗഹൃദമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ പല തവണ ഫോണിൽ വിളിക്കുന്നു, അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, തിരിച്ചെന്നെ വിളിക്കുന്നുമില്ല. അപ്പോൾ എനിക്കെന്തോ അതിനകത്തൊരു സ്വാഭാവികത തോന്നി എന്നുള്ള സത്യമാണ്. പിന്നീടാണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം, ഇതിൻ്റെ ഇടയിൽ അത് നടക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം വരുന്നതിൻ്റെ തലേ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത് ഇങ്ങനെ എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചിരുന്നു അല്ലേ? അതിനുശേഷമാണ് ഈ പിറ്റേ ദിവസം അവാർഡ് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന അവാർഡ് അത് 1-ാം തീയതി, നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പിന്നീട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നത് 3-ാം തീയതിയിലേക്ക് മാറ്റി, അത് തൃശ്ശൂരിലേക്ക് മാറ്റി. ഇതിനിടയിൽ പുതിയ ഒരു ചെയർമാൻ വരുന്നു. അപ്പോൾ ഇവിടെയുള്ള വിഷയം, എൻ്റെ വിഷയമെന്ന് പറയുന്നത് എന്നെ മാറ്റിയ വിവരം അറിയിച്ചില്ല, പുതിയൊരു ചെയർമാൻ വരുന്ന വിവരം അറിയിച്ചില്ല. എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിയുടെ ഓഫീസും താങ്കൾക്ക് ഇതിനെപ്പറ്റി ഒരു വ്യക്തത തന്നില്ല. എനിക്ക് തന്നില്ല. അല്ല, ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ലല്ലോ, അതിനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ ഇത് പിന്നീട് എനിക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഇങ്ങനെ മാറ്റിയെന്നുള്ള വാർത്ത കൃത്യമായി വരികയാണ്. പിന്നെ എനിക്ക് ആ ഓഫീസിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തുള്ളൊരു വിഷമം പറ്റിയത്, പിന്നെ എൻ്റെ കൂടെ നിന്ന് സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന കുറേ പേരുണ്ട്. ഈ 2-3 വർഷം എന്നോടൊപ്പം വളരെ ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവരോടൊരു നന്ദി പറയാൻ പോലുമുള്ള അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മാന്യമായ ഒരു യാത്രയയപ്പ് നൽകണമെന്നൊന്നും ഞാൻ പറയില്ല.
അത്ര ഒരു മികച്ച പ്രവർത്തനമൊന്നും ഇവിടെ കാഴ്ചവെച്ചൊന്നും ഞാൻ സ്വയം അവകാശപ്പെടാറുന്നില്ല. പക്ഷേ പൊതുസമൂഹവും മാധ്യമങ്ങളും സിനിമാ മേഖലയും ഒക്കെ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. കുന്ദമംഗലം കുരുക്കത്തൂരിലെ 2 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഒരാൾ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിഷ്ണു എന്ന ആളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു, മനഃപൂർവ്വമുള്ള നരഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലൈസൻസിന് അപേക്ഷിച്ചിരുന്നുവെന്നാണ് വിഷ്ണുവിൻ്റെ മൊഴി. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുണ്ടായി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്ന പശ്ചാത്തലമുണ്ട്. അനീഷ്, ഇപ്പോൾ ഈ വിഷ്ണു എന്ന ആളുടെ വീട്ടിലാണല്ലേ ഇത്, അതോ അയാൾ വാടകയ്ക്കെടുത്ത വീടാണോ? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇയാൾ ഏതാണ് പടക്ക നിർമ്മാണം അനധികൃതമായി നടത്തുകയായിരുന്നു എന്ന് തന്നെയാണ് വിവരം. ഇപ്പോൾ ഒരാൾ മാത്രമാണോ ഇതിൽ പങ്കാളിയായിട്ടുള്ളത്? രഞ്ജിത്ത്, ബേബി എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ഒരു പഴയ തറവാടാണിത്. ഈ തറവാട് വിഷ്ണു മുണ്ടിക്കൽ താഴം സ്വദേശിയാണ്. അയാൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവിടെ പടക്ക നിർമ്മാണ യൂണിറ്റ് നടത്തി വരികയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്നലെ ഉണ്ടായ ഈ സ്ഫോടനത്തിൽ വിഷ്ണുവിനും ഭാര്യയ്ക്കും പരിക്കേറ്റിരുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയും ചെയ്തിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വിഷ്ണുവിനെ കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അയാളുടെ പരിക്കത്ര ഗുരുതരമല്ല എന്ന് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. താൻ ഈ ഒരു പടക്ക നിർമ്മാണ യൂണിറ്റിനുള്ള ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നു എന്നാണ് വിഷ്ണു മൊഴി നൽകിയിരിക്കുന്നത്. അപകട സമയത്ത് വീട്ടിൽ 5 പേരുണ്ടായിരുന്നു. താനും ഭാര്യയും മരിച്ച 2 പേരും മറ്റൊരാളും അടക്കം 5 പേര് ഈ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. കുന്നമംഗലം പോലീസാണ് ആ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. BNS വകുപ്പുകൾ പ്രകാരം അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുക, മനഃപൂർവ്വമുള്ള നരഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിന്റെ ഭാര്യ സിമി 1.5 മാസം ഗർഭിണിയാണ്. വിഷ്ണുവിന്റെ സഹോദരനായ രാഹുൽ എന്നയാളും ഒപ്പം രാമനാട്ടുകര സ്വദേശിയായ രാഹുൽ എന്നയാളുമാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വീടിന് പുറത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ തോതിലുള്ള ഓലകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഓലപ്പടക്ക നിർമ്മാണത്തിനുള്ള ഓലകളാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ നൽകിയ വിവരം ഇവിടെ വെച്ച് പടക്ക നിർമ്മാണം നടക്കുന്നില്ല, മറിച്ച് ഈ ഓലകൾ ഉണങ്ങി ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഉണങ്ങിയ ഓലകൾ പിന്നീട് മറ്റൊരു നിർമ്മാണ യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് പടക്കം ചുരുട്ടുന്നത് എന്ന വിവരവുമാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ പടക്ക നിർമ്മാണ യൂണിറ്റിനെ കുറിച്ച് കാര്യമായ കാര്യങ്ങൾ അറിവില്ലായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ഒരു ചിത്രം അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങേയറ്റം ഗുരുതരമായ ഒരു പിഴവാണ് വിഷ്ണുവിന്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ നിയമലംഘനമാണ് വിഷ്ണുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇനി മറ്റാരെങ്കിലും ഈ നിർമ്മാണ യൂണിറ്റിന് പിന്നിലുണ്ടോ, എവിടെ നിന്നാണ് സ്ഫോടക വസ്തുക്കളടക്കം കിട്ടിയതെന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനായി ഇയാളെ വളരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം ഈ ഫോറൻസിക് വിദഗ്ധരും ഫയർ ഓഫീസറും ഒക്കെ ഇവിടെ എത്തി തെളിവുകൾ ശേഖരിക്കും. ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റെന്തെങ്കിലും പടക്കങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ടോ, നേരത്തെയും ഇത്തരം പടക്ക നിർമ്മാണം നടത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. എന്തായാലും ഇപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രാഥമികമായി വിഷ്ണു എന്നയാൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇയാൾക്കെതിരെ BNSലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതുതായി നൽകാൻ ഉള്ളത്. രഞ്ജിത്ത്. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. വോട്ടെടുപ്പിന് ഇനി 4 നാൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക്. 2 ദിവസത്തെ പ്രചാരണ പരിപാടികൾക്കായി കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. രാവിലെ 10 മണിക്ക് ബേപ്പൂരിൽ റോഡ് ഷോ, ഉച്ചയ്ക്ക് 3 മണിക്ക് കുന്നത്തുനാട്ടിലും 6:15 കാട്ടാക്കടയിലും പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. രാത്രി 9:30 പ്രവാസി പ്രവർത്തക സംഗമത്തിൽ പങ്കെടുക്കും. നാളെ രാവിലെ 11 മണിക്ക് ഹരിപ്പാട്ട് അമിത്ഷായുടെ റോഡ് ഷോ ഉണ്ട്. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം തിരികെ മടങ്ങുകയും ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് കേരളത്തിലുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. ഡീൽ ആരോപണങ്ങൾ അടക്കം ഉയർന്ന് വിവാദമായ മണ്ഡലമാണ് ചെങ്ങന്നൂർ. കോൺഗ്രസ് ദീർഘകാലം നിലനിർത്തിയ മണ്ഡലം രാമചന്ദ്രൻ നായരിലൂടെയാണ് LDF പിടിച്ചെടുക്കുന്നത്. പിന്നീട് സജി ചെറിയാൻ തുടർച്ചയായ വിജയങ്ങളിലൂടെ നിലനിർത്തി. ഇത്തവണ സജി ചെറിയാനെ തന്നെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രാദേശികമായി ഏറെ വേരോട്ടമുള്ള ചെങ്ങന്നൂർക്കാരൻ തന്നെയായ എബി കുര്യാക്കോസാണ് UDF സ്ഥാനാർത്ഥി. മുൻ BJP ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഡീൽ വിവാദം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉയർന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ. LDFൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സിറ്റിംഗ് MLAയും മന്ത്രിയുമായിരുന്ന സജി ചെറിയാനാണ്. ഒപ്പം UDFന് പ്രാദേശികമായി തന്നെ സ്വാധീനമുള്ള എബി കുര്യാക്കോസും.
NDA സ്ഥാനാർത്ഥിയായി ഗോപകുമാർ കൂടി രംഗത്ത് വന്നതോടെ ചെങ്ങന്നൂരിൽ മത്സരം കടുക്കുകയാണ്. BJP കൃത്യമായി വോട്ട് പിടിച്ചാൽ ആരുടെ നിലയാണ് പരുങ്ങലിലാവുക? ഒരുപക്ഷെ വോട്ടെടുന്നതിന് മുമ്പ് അത്തരത്തിൽ ഡീലുകൾ പുറത്തുവരുമോ? നമുക്ക് ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത്തവണ ത്രികോണ മത്സരമാണ്. എന്താ സാഹചര്യം? ത്രികോണ മത്സരം സ്വാഭാവികമായിട്ടും വേണേ പറയാം. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു മത്സരം. കാരണം ഞങ്ങൾ വളരെ മുന്നിൽ ഇടതുപക്ഷം വോട്ടിന്റെ കാര്യത്തിൽ വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. UDF BJPയുമാണ് വളരെ ചെറിയ വ്യത്യാസം അവർ തമ്മിലുള്ള. അവരിലാര് എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷെ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ എന്റെ ഒരു റീഡിംഗ് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ആദ്യം അത് കണ്ടില്ല. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി പെർഫോമൻസ് വോട്ടാണെന്ന് ഇട്ടതില്ല, കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും പെർഫോമൻസും BJP കാണിക്കുന്നുണ്ടെന്ന് തോന്നൽ എനിക്കുണ്ട്. UDFനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പെർഫോമൻസ് അവർ കാണിക്കുന്നു ഉണ്ടെന്നാണ് കാണുന്നത്. കാരണം അവരും BJPയുമായിട്ട് 2000 വോട്ട് വ്യത്യാസമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ ഗവൺമെന്റ് മാറണം എന്ന് വലിയ ആഗ്രഹമാണ്. അതിൽ രാഷ്ട്രീയമില്ല, ജാതിമത ചിന്തകളില്ല. ആർക്കും ആ ചിന്തയിൽ നിന്ന് ജനങ്ങളെ മാറ്റുവാൻ കഴിയുകയില്ല. കാരണം അതിന് തക്ക ദുരിതം നാട്ടിലുണ്ട്. ആ വലിയ ചിന്ത ഇപ്രാവശ്യം UDFനെ സഹായിക്കും. വലിയ പാണ്ടനാട് പഞ്ചായത്തിൽ UDFന് മൃഗീയമായ ഭൂരിപക്ഷമാണ്. പക്ഷേ പ്രസിഡന്റ് റിസർവേഷനിൽ ഞങ്ങളുടെ ആള് ജയിച്ചില്ല. അപ്പോൾ ഒരു പ്രസിഡന്റ് അങ്ങനെ പോയി. ബാക്കി 2 സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ അവരുടെ പ്രസിഡന്റുമാർ ടോസിലായി. യഥാർത്ഥത്തിൽ CPMന്റെ ഒരു 4000-5000 വോട്ട് BJPക്ക് കിട്ടി. ചെങ്ങന്നൂരിൽ BJPക്ക് കൃത്യമായ അടിത്തറയുണ്ട്. ഞങ്ങൾക്ക് 56 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അതിൽ കൂടുതൽ സ്ഥലത്ത് 2ാം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 42,000-ലേറെ വോട്ട് കിട്ടിയിട്ടുള്ള മണ്ഡലമാണ് ചെങ്ങന്നൂർ. 5 പഞ്ചായത്ത് ഭരിക്കുന്നത് ഞങ്ങളാണ്. ബാക്കി എല്ലാ സ്ഥലത്തും മുനിസിപ്പാലിറ്റി അടക്കം എല്ലായിടത്തും പ്രതിപക്ഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം നടന്നിട്ടുള്ള പ്രവർത്തനം, പിന്നെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ, കേരളത്തിൽ ഒരു NDA വരണം, ഒരു മാറ്റം വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരാശങ്കയുമില്ലെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ LDF വിജയിക്കാൻ പോവുകയാണ്. ധർമ്മടം മണ്ഡലത്തിലെ മുഴുപ്പാലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഇന്നലെയും ഇന്നുമായി ധർമ്മടം മണ്ഡലത്തിൽ 26 പൊതുയോഗങ്ങളാണ് മുഖ്യമന്ത്രിക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ റോഡ് ഷോയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഞങ്ങൾക്കില്ല. തികഞ്ഞ ആത്മവിശ്വാസമാണ്. വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ LDF വിജയിക്കാൻ പോകുന്നത്. ഇത് ധർമ്മടം മണ്ഡലം എല്ലാ കാലത്തും LDFന്റെ ശക്തി കേന്ദ്രമാണ്. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് പ്രചരണത്തിനും മറ്റുമായി ഉള്ളത്. മുഖ്യമന്ത്രി പൂർണ്ണമായും ഇനി കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലായിരിക്കും അല്ലേ? അവസാന ലാപ്പിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും മറ്റു ജില്ലകളിലായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് മെനിങ്ങാന്നാണ് അദ്ദേഹം ധർമ്മടം കണ്ണൂരെത്തിയത്. ധർമ്മടം മണ്ഡലത്തിൽ ഇന്നലെയും ഇന്നുമായി 26 കോർണർ മീറ്റിംഗുകൾ പോലുള്ള 26 പരിപാടികളിലാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്. ഇന്നലെ 13 കഴിഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് പറമ്പായിൽ മുഖ്യമന്ത്രിയുടെ പ്രചരണം തുടങ്ങും. പൊതുയോഗങ്ങൾ തുടങ്ങും. വാളാങ്കിച്ചാൽ തുടങ്ങി 8 മണിക്ക് രാത്രി ചിറക്കുനിയിൽ 8 മണിക്ക് ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ പര്യടനം അവസാനിക്കുന്നത്. 20-25 മിനിറ്റ് നീളുന്ന ചെറിയ പ്രസംഗങ്ങൾ, വലിയ ഒരു ആൾക്കൂട്ടങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ താൻ എത്രയും ദിവസം മറ്റു മണ്ഡലങ്ങളിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് ചോദിക്കാൻ എത്താൻ കഴിഞ്ഞില്ല, നിങ്ങൾ ആ കുറവ് നികത്തി, അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി ആ രീതി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് വോട്ട് നൽകുന്ന അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്.
ആ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നു. ഇന്ന് അദ്ദേഹം 13 യോഗങ്ങളിൽ കൂടി പങ്കെടുക്കും. നാളെ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ധർമ്മടം മണ്ഡലത്തിലുണ്ട്. മറ്റന്നാൾ അദ്ദേഹത്തിന്റെ മീറ്റ് ദ പ്രസ് ഉണ്ടാകും. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. കൊട്ടിക്കലാശി തൊട്ടു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റ് ദ പ്രസ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 12 ജില്ലകളിലാണ് വയനാടും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിൽ മുഖ്യമന്ത്രി ഇത്തവണ തെരഞ്ഞെടുപ്പ് പര്യടനത്തെത്തി. അങ്ങനെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് സംസ്ഥാനമൊട്ടാകെ ഇടതുമുന്നണിയുടെ പ്രചരണം പുരോഗമിക്കുന്നു. DK ശിവകുമാറാണ് കോൺഗ്രസിന് ഇന്ന് ബൃന്ദാക്കാരട്ട് ഉൾപ്പെടെ നേതാക്കളും ഈ ദിവസങ്ങളിൽ കണ്ണൂരിലുണ്ട്. DK ശിവകുമാറാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് കോൺഗ്രസിന് വേണ്ടി ഇന്ന് താരപ്രചാരകനായി ഇവിടെ എത്തുന്നത്. KPC അധ്യക്ഷൻ പേരാവൂർ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണ സമയം കണ്ണൂർ ഉണ്ട്. കെ സുധാകരൻ ചില യോഗങ്ങളിലൊക്കെ കെ സുധാകരനും പങ്കെടുക്കുന്നുണ്ട്. BJPയും വലിയ പ്രതീക്ഷയാണ് തവണ. കാരണം 2 മുന്നണികളിലും പ്രശ്നങ്ങളുണ്ട്. പാർട്ടി കോട്ടകളിൽ പോലും അത്തരം വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്കും ഇത്തവണ വലിയ പ്രതീക്ഷയാണ് പൊതുവിൽ ഉള്ളത്. BJPയും ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവരും ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ട്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്, ഏറ്റവും നിർണായകമാണ്. കാരണം രാഷ്ട്രീയ വിഷയങ്ങൾ മാറിമറിയാം, പ്രചരണ അജണ്ടകൾ മാറിമറിയാം. കൊട്ടിക്കലാശത്തിന് മുമ്പ് തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. മുഖ്യമന്ത്രി ഇന്നലെ ഈ യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം വലിയ ആത്മവിശ്വാസം, തികഞ്ഞ ആത്മവിശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരു ആശങ്കയും വേണ്ട. സർവേകളിൽ സമ്മിശ്രമായ അനുകൂല ഫലമാണ് ഇടതുമുന്നണിക്ക് വരുന്നെങ്കിൽ പോലും അത്തരം ഒരു പ്രചരണത്തിനും അടിസ്ഥാനമില്ല. പൂർണ്ണ ആത്മവിശ്വാസം, തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ അവസാന ലാപ്പിലും പ്രചരണം നയിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം വാശിയേറിയ മത്സരമാണ് സംസ്ഥാനത്തുടനീളമുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്നത്. കാസർഗോഡ് LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വിദ്വേഷ പ്രസംഗം. UDF മുള്ളേരിയ കുടുംബ സംഗമത്തിൽ വനിതാ ലീഗ് നേതാവ് ആയിഷത്ത് ഫർസാനയാണ് കപട മതവിശ്വാസി എന്ന അർത്ഥം വരുന്ന മുനാഫിക് എന്ന പദപ്രയോഗം നടത്തിയത്. സംഭവത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്, കടക്കൂപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ്. തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ BJP സ്ഥാനാർത്ഥി ഗിമ്മിക്കുകൾ കാണിക്കുകയാണെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. താൻ എന്ത് സ്ത്രീ വിരുദ്ധ പ്രസ്താവനയാണ് നടത്തിയത്, എന്തിനാണ് പരാതി നൽകിയതെന്ന് എല്ലാവർക്കും അറിയാമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഇതെല്ലാം അവർക്ക് ഇലക്ഷൻ തോക്കാനുള്ളൊരു ഗിമ്മിക്സ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെ വിവാദമുണ്ടാക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രം നോക്കിയാണ് ഇരിക്കുന്നത്. വളരെ മാന്യമായി, ഏറ്റവും കൃത്യമായി, ആരെയും മോശം പറയാതെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന എന്നെ വഴിയിൽ തടയുകയും, തടഞ്ഞതൊരു സ്ത്രീയാണ് എന്ന കാരണം കൊണ്ട് മറുപടി ഒരു അക്ഷരം മിണ്ടാതെ കൈ പുറകിട്ട് നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോവുകയും ചെയ്ത ശേഷവും ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ, അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കാര്യങ്ങൾ എടുത്തു വന്നുവെന്ന് ഞാൻ സ്ത്രീ വിദ്വേഷ പരാമർശം നടത്തിയെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും ഇത് ഒരു കെട്ടിച്ചമച്ച കേസ് എന്നുള്ളതിനപ്പുറം ഇതിനകത്ത് ഒന്നും തന്നെയില്ല. തിരുവല്ലയിലെ വികസന തുടർച്ചയ്ക്ക് ജനം തന്നെ വിജയിപ്പിക്കുമെന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് ന്യൂസ് 18നോട്. എന്നാൽ 20 വർഷത്തെ വികസന മുരടിപ്പിന് ജനം തിരിച്ചടി നൽകുമെന്ന് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ തിരിച്ചടിച്ചു. മോദിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രചാരണം നടത്താനായത് തന്റെ വിജയം ഉറപ്പിക്കുന്നതായി NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇതിനിടയിൽ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി സംവിധായകൻ ബ്ലസ്സിയും രംഗത്ത് വന്നു. തിരുവല്ല എന്നാൽ കഴിഞ്ഞ 20 വർഷം ഒരൊറ്റ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, മാത്യു ടി തോമസ് MLA. ഇത്തവണ BJP അനൂപ് ആന്റണി എന്ന യുവമുഖത്തെ പരീക്ഷിക്കുന്നു. അനൂപിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുക? അനൂപ് ആരുടെ വോട്ടുകളിലേക്കാണ് കടന്നു കയറുക? വർഗീസ് മാമൻ നേട്ടം കൊയ്യുമോ? തിരുവല്ലയുടെ പൾസ് എന്തെന്നറിയാം. പിന്നിട്ട വഴിത്താരകളിൽ നിങ്ങൾ നൽകിയ ആവേശോജ്ജലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ പ്രിയപ്പെട്ട വനിത കടന്നു വരികയാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മാറി അഴിമതിയുടെ കരകേളാത്ത വ്യക്തിത്വത്തിനുടമയായി
തിരുവല്ലയിലെ കുറ്റൂർ പഞ്ചായത്തിലൂടെ മാത്യു ടി തോമസ് MLA തന്റെ പ്രചരണം തുടരുകയാണ്. തിരുവല്ലയുടെ പൾസ് എന്തെന്നറിയാൻ കഴിഞ്ഞ 20 കൊല്ലം ഇവിടെ ജനപ്രതിനിധിയായിരുന്ന മാത്യു ടി തോമസിനെ തന്നെ ആദ്യം കാണണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇത്തവണ എങ്ങനെയാകും തിരുവല്ല? തിരുവല്ലയിലെ ജനങ്ങൾ എന്നോടൊപ്പം തന്നെയാണെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. കാരണം കഴിഞ്ഞ നാളുകളിൽ പ്രയാസഘട്ടങ്ങളിലൊക്കെ ഞാൻ മാത്രമാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. മഹാപ്രളയം ഉണ്ടായപ്പോൾ മന്ത്രിയാണ്, എന്നാൽ പോലും അവരുടെ കൂടെ എല്ലാ വെള്ളത്തിൽ നീങ്ങാനും ബോട്ടിൽ പോകേണ്ടിടത്ത് ബോട്ടിൽ പോകാനും ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പാക്കാൻ, ഭക്ഷണം ഇല്ലാത്തടത്ത് ഭക്ഷണം കൊടുക്കാൻ അടക്കം നിരവധി കാര്യങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ അനുഭവങ്ങൾ വലിയ തോതിൽ അവരെന്നോടൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായ പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മാത്യു ടി ഒരു വൈദികന്റെ മകനായത് എപ്പോഴും ഒരു ഗുണമാണെന്ന്, അഡ്വാൻറ്റേജ് ആണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടാറുണ്ട്. അപ്പോൾ അത് അപ്പുറത്തുനിന്ന് UDF-നും ഒരു വൈദികന്റെ മകൻ സ്ഥാനാർത്ഥിയാകുന്നു. അതെങ്ങനെയാണ്? ഈ വൈദികരുടെ മകൻ എന്ന് പറഞ്ഞാൽ എന്നെ രാഷ്ട്രീയത്തിൽ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി, അഴിമതിരഹിതമായി പ്രവർത്തിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രേരണ നൽകിയ ഒരു പിതാവിന്റെ മകനാണ്. മറുഭാഗത്ത് സ്ഥാനാർത്ഥിയെ പറ്റി ഞാനൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. അതങ്ങനെയാണ്. പക്ഷേ നല്ല രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അനൂപ് ആന്റണിയുടെ സാന്നിധ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അനൂപ് ആന്റണി കാര്യമായി വോട്ട് പിടിച്ചേക്കാം, അത് ആരെ ബാധിക്കും എന്നൊക്കെയുള്ള ചർച്ചകളാണ്. എന്താണ് മാത്യു ടിയുടെ അക്കാര്യത്തിലുള്ള ഒരു കണക്ക്? അനൂപ് ആന്റണി ആരുടെ വോട്ട്? LDF-ന്റെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു ചോർച്ചയുണ്ടാവില്ല. കരുതി ഞങ്ങൾക്ക് യാതൊരു ശങ്കയില്ല. ഉറപ്പായിട്ടും ഇവിടെ അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഏത് വോട്ട് അദ്ദേഹം കൂടുതൽ പിടിക്കുകയോ പിടിച്ചാൽ ഏതാന്നുള്ളതെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. LDF-ന്റെ വോട്ടുകളിൽ ചോർച്ചയുണ്ടാവില്ല. ഇരുപത് കൊല്ലത്തെ ഒരു കുത്തക ഇത്തവണ അവസാനിപ്പിക്കുമോ? 20 കൊല്ലത്തെ വികസന മുരടിപ്പാണ് ഈ നാട്ടിൽ ചർച്ച. നാടിന് ശാപമോക്ഷം ഉണ്ടാവും. UDF വൻ വിജയം നേടും. എന്താണ് ആ കോൺഫിഡൻസിന് കാരണം? ഇത് ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് 13,000 വോട്ടിന്റെ മേൽക്കൈയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സംഭവിക്കാറുള്ളത്. ഒരിക്കലുമല്ല. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വന്നു. തിരുവല്ല നഗരസഭയടക്കം ഈ നിൽക്കുന്ന വാർഡടക്കം UDF വൻ വിജയം നേടി. 7,500 വോട്ടിന്റെ മേക്കൈയാണ് ഞങ്ങൾക്കുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടുക്കുള്ള UDF കൊടുങ്കാറ്റ് തിരുവല്ലയിൽ മാഞ്ഞടിക്കും. തിരുവല്ലയിലെ വികസന മുരടിപ്പിനെതിരെ വോട്ട് ജനങ്ങൾ ചെയ്യും. UDF-ന് ഉജ്ജ്വല വിജയം കിട്ടും. അനൂപ് ആന്റണിയുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഒരിക്കലുമില്ല. ഇന്ത്യയെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന BJP-ക്ക് തിരുവല്ലക്കാർ വോട്ട് ചെയ്യില്ല. സമാധാനകാംക്ഷികളാണ്. ഇത് മതേതരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും നാടാണ്. ഏറ്റവും അവസാനം ന്യൂനപക്ഷങ്ങൾക്ക് വിദേശത്തിൽ നിന്ന് പണം വരുന്ന FCRയുടെ പേരിൽ അവരുടെ നിയമപരമായി ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ ന്യൂനപക്ഷ പീഡനങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതവർ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആട്ടത്തോലിട്ട ചെന്നായിക്കുട്ടിയെ തിരിച്ചറിയാൻ തിരുവല്ലക്കാർക്കറിയാം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ NDയുടെ സ്ഥാനാർത്ഥിയുമായ ശ്രീ അനൂപ് ആന്റണി കഥകളിയുടെ കിരീടം നൽകി സ്വീകരിക്കുന്നു. ये जो अनूप लड़ रहा है ना चुनाव आपके यहाँ, ये पिछले 5 साल से मेरे साथ काम करता है और देश भर में घूम करके चीजें खोज करके लाता है. यानी एक प्रकार से मेरा डेडिकेटेड साथी रहा है. एक प्रकार से ऐसे कामों के लिए वो मेरा बायां हाथ बन गया है. और कभी भी शायद यहां भी लोगों को पता नहीं होगा कि अनूप मेरे साथ इतने सालों से है. തിരുവല്ലയിൽ പ്രധാനമന്ത്രിയെ എത്തിച്ച ആവേശത്തിൽ തന്നെയാണ് തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി. അനൂപ് വല്ലാത്ത ആവേശമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇത്രയധികം സന്തോഷമുള്ള വേറൊരു മുഹൂർത്തമില്ല. കാരണം ഇത്രയും വലിയൊരു ഗംഭീരമായൊരു പരിപാടി നടന്നു. പ്രധാനമന്ത്രിജി നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, അദ്ദേഹം വന്നു. വലങ്കയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്നേഹം, അത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം അത്രത്തോളം അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ വികാരധീനനായി പോകുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തീർച്ചയായിട്ടും തിരുവല്ലയ്ക്കും ലഭിക്കും. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന.
ഈ മോദി വന്നുപോയി, പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്നാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾ കാണുമ്പോൾ പറഞ്ഞിരുന്നത്. എന്താണ് അതിനോടുള്ള പ്രതികരണം? നോക്കൂ, ഇതിനുള്ളൊക്കെ പ്രതികരണം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ജനങ്ങൾക്ക് മോദിയോട് താല്പര്യമുള്ളതുകൊണ്ടല്ലേ ഇത്രയും നേരം 5 മണിക്കൂർ നേരം 12 മണിക്ക് ആളുകൾ വന്നതാണ്. ഇത്രയും നേരം ഈ ഗ്രൗണ്ടിന്റെ വലിപ്പം അറിയില്ല, ഇത്രയും ആളുകൾ തടിച്ചുകൂടി. അദ്ദേഹം തന്നെ പറഞ്ഞു അനങ്ങാതെ ഇവിടെ ഇരിക്കുകയാണ് 5-6 മണിക്കൂറായിട്ട്, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ അത്രയും ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരാരും എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അവർക്കാർക്കും മോദിജി വന്നിരിക്കുന്ന 5 മണിക്കൂർ ഇരിക്കുന്ന വെറുതെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നും അല്ല അത് മനസ്സിലാക്കാൻ. തിരുവല്ലയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെ സംഭവിക്കുകയാണ് സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരിപാടിയും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയും ഇത്രയധികം ജനങ്ങളുടെ ട്രാക്ഷൻ, കാരണം അദ്ദേഹം വരുന്ന വഴിയിൽ മുഴുവൻ ആളുകളായിരുന്നു. അവരാരും BJP വിളിക്കുകയോ ഒന്നും വന്നവരല്ല. അവരെല്ലാം ആളുകൾ നരേന്ദ്രമോദിയെ കാണാനുള്ള ഉത്സാഹവും ആഗ്രഹം കൊണ്ട് റോഡിൽ വന്ന് നിൽക്കുകയായിരുന്നു, വെയിലും കൊണ്ടുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം തിരുവല്ല ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ലക്ഷണമല്ലേ? എന്തായാലും പ്രധാനമന്ത്രി എത്തിയതോടെ വലിയ ആവേശത്തിൽ തന്നെയാണ് BJP ക്യാമ്പുള്ളത്. BJPയുടെ പ്രതീക്ഷ അങ്ങനെയാണ്. അതിനും അപ്പുറത്തേക്ക് 3 സ്ഥാനാർത്ഥികളും തിരുവല്ലയിൽ വിജയം പ്രതീക്ഷിക്കുകയാണ്. എന്താണ് തിരുവല്ലയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, News 18 തിരുവല്ല. ഭരണനിർവഹണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ തിരുവല്ലയിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. പോസ്റ്ററുകളോ ഫ്ലക്സുകളോ ഒന്നുമില്ലാതെയാണ് മത്സരം. മത്സരിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളും ഈ സ്ഥാനാർത്ഥിക്കുണ്ട്. ത്രികോണ പോരാട്ടത്തിന്റെ വേദിയാണ് തിരുവല്ല. ഇത്തവണ അങ്ങനെ പതിവിൽ കൂടുതൽ ശ്രദ്ധ നേടിയൊരു മണ്ഡലമായി തിരുവല്ല മാറിയിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ശ്രദ്ധ നേടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലയാളത്തിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതനായ ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അജു അലക്സ്. അജു അലക്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ മുഖത്തേക്ക് പോയാൽ മനസ്സിലാകുമായിരിക്കും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലെ താരമായ ചെകുത്താൻ. എന്താണ് പെട്ടെന്നൊരു മത്സരം എന്നൊക്കെയുള്ള ചിന്ത? മത്സരം എന്നുള്ള ചിന്ത വന്നത് പെട്ടെന്ന് തന്നെയാണ്. അങ്ങനെ വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് പോയി നോമിനേഷന് ട്രൈ ചെയ്തതാണ്. പക്ഷെ അന്ന് എനിക്ക് പിന്താങ്ങാൻ ആളെ കിട്ടിയില്ല. ഞാൻ റാന്നിയില്ല ശ്രമിച്ചത്. ഈ പ്രാവശ്യം തിരുവല്ല എടുക്കാൻ കാര്യം ഞാൻ ഇവിടുത്തുകാരനാണ്. ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ആർക്ക് വേണേൽ പിന്താങ്ങാം. ഇഷ്ടംപോലെ ആൾക്കാർ പിന്താങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് നോമിനേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കാൻഡിഡേറ്റ് ആവാൻ പറ്റി. ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ പഠിക്കാൻ പറ്റി. ഇതെങ്ങനെയാണ് ഇത് നടത്തുന്നതെന്നൊക്കെ അറിയാൻ പറ്റിയില്ല. പുറത്തു നിന്ന് അറിയാൻ വലിയ പാടാണ്. പിന്നെ എന്താ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു ഐഡിയയും ഒരു കൺസെപ്റ്റും ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ് സിസ്റ്റം മാറ്റാൻ പറ്റും. അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ, ഞാനൊരു ചാരിറ്റിക്ക് ഒരു ആപ്പ് ഉണ്ടാക്കി. അപ്പോൾ ആദ്യം വെബ്സൈറ്റായിരുന്നു. അതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് റേസിങ് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ് നടത്തി കാണിച്ച്. അപ്പോൾ അതൊരു പബ്ലിക്കിൻ്റെ ഫണ്ട് എടുത്ത് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് അതിന് കമ്പൽസറി ആയിട്ട് ഇങ്ങനെ തന്നെ വേണ്ടതാണ്. അപ്പോൾ എനിക്കൊരു ടെക്നിക്കലി ഇപ്പോൾ അത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, നമുക്കത് മനസ്സിലായി. ഇനിയിപ്പോൾ എല്ലാ ട്രസ്റ്റുകളും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ ആർക്കും പൈസ തട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് പക്ഷെ ആരും എടുത്ത് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം ഒന്ന്. പിന്നെ നമ്മളിപ്പോൾ ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഇതൊരു മാൻഡേറ്ററി സാധനമാണ്, ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ട്രസ്റ്റ് നടത്താൻ പറ്റത്തുള്ളൂ എന്നൊരു നിയമം വന്നാൽ ആ പ്രശ്നം തീർന്നു. അതായത് ഒരു സുതാര്യതയാണ് അതിൽ. അതെ, അങ്ങനെ തീർന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി ഗവൺമെന്റ് സിസ്റ്റം, ഇപ്പം നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ സീക്രസി വേണ്ടതൊന്നും നമ്മൾ മാറ്റാൻ പറ്റത്തില്ല. അല്ലാതെ ഒരു എന്താ പറയണ്ടോ പബ്ലിക്കായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. ഓരോരുത്തർ ആവശ്യങ്ങൾ വേണേലും ട്രാക്ക് ചെയ്ത് നാട്ടുകാർക്കെല്ലാം കാണുകയും ഒരു സൊമാറ്റോ വീട്ടിൽ കൊണ്ട് തരുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അജു അലക്സിനെ കുറിച്ചാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത്. നമുക്കിനിയും നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകണം. ആയൂർ സ്വദേശികളായ നിയാസ് ഷഫന ദമ്പതികളുടെ മകൻ മുഹമ്മദ് യാസിന് ഇന്ന് 2ാം പിറന്നാളാണ്. മുഹമ്മദ് യാസിന് എല്ലാ ആശംസകളും നേരുന്നു. ശ്രീജിത്ത്, നിത്യ ദമ്പതികളുടെ മകൻ നിഹാൻ ശ്രീജിത്തിന്റെ 8ാം പിറന്നാൾ. നിഹാന് എല്ലാ ആശംസകളും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിനാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.